1960കളിലും 70കളിലും എല്ലാ മലയാള സിനിമാ പ്രേമികളെയും കോരിത്തെരിപ്പിച്ച, ഏറെ മോഹിപ്പിച്ച താരങ്ങളിൽ മിക്കവാറും പേർ ഇന്ന് ഓർമ്മകളുടെ ലോകത്തേക്ക് മാഞ്ഞുപോയി കഴിഞ്ഞു. ശേഷിക്കുന്ന വളരെ കുറച്ച് നമ്മുടെ പ്രിയ താരങ്ങളെ അന്നും ഇന്നും നോക്കിക്കാണുമ്പോൾ പോയി മറഞ്ഞ ആ കാലഘട്ടത്തിലും മലയാള സിനിമയിൽ നായകനായും ഉപനായകനായും ഒക്കെ ഏറെ തിളങ്ങിയ രാഘവൻ അന്ന് ഇന്ന്. വളരെ ചെറുപ്പം മുതൽ മലയാള സിനിമയിലെ സ്ഥിരം അമ്മ നടിയായി മാറേണ്ടി വന്ന TR ഓമന. മുൻനിര നായിക അല്ലാതിരുന്നിട്ടും മലയാള സിനിമയിൽ നിരവധി നെഗറ്റീവും പോസിറ്റീവുമായ കഥാപാത്രങ്ങളെ അവതരിപ്പിച്ച ശ്രീലത നമ്പൂതിരി. അന്ന് സിനിമകളിലൂടെ മലയാളികൾക്ക് പ്രിയതാരമായി മാറിയ വിധുബാല എന്ന നടി പിന്നീട് കഥയല്ലിത് ജീവിതം എന്ന പരമ്പരയിലൂടെയും മലയാളികൾക്ക് പ്രിയതാരമായി മാറി. കൽപ്പാതകാലത്തോളം, കാതരെ നീയൻ മുന്നിൽ, കല്യാണപ്രായത്തിൽ പെണ്ണുങ്ങൾ ചൂടുന്ന തുടങ്ങി നിരവധി ഹിറ്റ് ഗാനങ്ങളിലൂടെ ഇന്ന് മലയാളികൾക്ക് ഓർമ്മിക്കുന്ന കനകദുർഗ. മലയാള സിനിമയ്ക്ക് ഒരിക്കലും വിസ്മരിക്കാൻ കഴിയാത്ത ഒരു കാലഘട്ടത്തിലെ തിരക്കേറിയ നായികയായിരുന്ന ജയഭാരതി. 60 പതിറ്റാണ്ടിലേറെ മലയാള സിനിമയിൽ തിളങ്ങിയ മലയാളികളുടെ എക്കാലത്തെയും പ്രിയപ്പെട്ട താരം മധു. മലയാള സിനിമയിൽ പോയ കാലത്തെ താരറാണിയായിരുന്ന, ത്രസിപ്പിക്കുന്ന സൗന്ദര്യത്തിനുടമയായിരുന്ന ഷീല. മലയാളികൾക്കും തമിഴർക്കും തെലുങ്കർക്കുമെല്ലാം ഏറെ പ്രിയങ്കരിയായിരുന്ന, ഏറെ സുന്ദരിയായിരുന്ന നടി KR വിജയ. ബാലതാരമായി വന്ന 12-13 വയസ്സിൽ തന്നെ നായികയായി എത്തിയിരുന്ന, സൗന്ദര്യം കൊണ്ട് ഏറെ പേരെ ഏറ്റെടുത്ത ഉണ്ണിമേരി. രതിനിർവേദം എന്ന സൂപ്പർ ഹിറ്റ് ചിത്രത്തിലൂടെ മലയാളത്തിൽ എത്തിയ കൗമാരക്കാരനായ കൃഷ്ണചന്ദ്രൻ അന്ന് ഇന്ന്. സത്യനും പ്രേം നസീറും അടക്കം നിരവധി താരങ്ങളുടെ നായികയായും ഉപനായികയായും അഭിനയിച്ചിട്ടുള്ള വളരെ സുന്ദരിയായിട്ടുള്ള അക്കാലഘട്ടത്തിലെ ഒരു നടിയായിരുന്നു ഉഷാകുമാരി. മലയാള സിനിമയുടെ അഭിനയ ചക്രവർത്തി ജഗതി ശ്രീകുമാർ. മുസ്ലിം സമുദായത്തിൽ നിന്ന് മലയാള സിനിമയിലെത്തിയ ആദ്യ വനിത നിലമ്പൂർ ആയിഷ. മലയാളി അല്ലാതിരുന്നിട്ടും മലയാള സിനിമ നെഞ്ചോട് ചേർത്ത, നിരവധി ദേശീയ അവാർഡുകളെല്ലാം വാരിക്കൂട്ടിയ അഭിനയ പ്രതിഭ ശാരദ. മലയാളം, തമിഴ്, തെലുങ്ക് ഭാഷകളിൽ നായികയായും ഉപനായികയായും പിന്നീട് അമ്മയായും ഒക്കെ ഏറെ തിളങ്ങിയിരുന്ന സുന്ദരിയായിരുന്ന നടിയായിരുന്നു സുമിത്ര. മലയാള സിനിമയിൽ നിരവധി ഹാസ്യ കഥാപാത്രങ്ങളെ അവതരിപ്പിച്ച് ഫലിപ്പിച്ച മലയാള സിനിമയിലെ നടൻ പൂജപ്പുര രവി. 19 വയസ്സ് മുതൽ അമ്മ കഥാപാത്രങ്ങളെ അവതരിപ്പിക്കാൻ വിധിക്കപ്പെട്ട മലയാളികളുടെ പൊന്നമ്മയായ കവിയൂർ പൊന്നമ്മ. 70കളിൽ നിരവധി പെൺകുട്ടികളുടെ മനം മയക്കിയ ആ കാലഘട്ടത്തിലെ ചോക്ലേറ്റ് നായകൻ രവികുമാർ. മലയാള സിനിമയിലെ എക്കാലത്തെയും ശാലീന സുന്ദരിയായിരുന്ന ജലജ. ചെമ്പരത്തി എന്ന ഹിറ്റ് സിനിമയിലൂടെ കൗമാരിക്കാരിയായി മലയാള സിനിമയിലെത്തിയ ശോഭന. കുട്ടിക്കുപ്പായം പോലുള്ള നിരവധി സൂപ്പർ ഹിറ്റ് ചിത്രങ്ങളിലൂടെ പ്രേം നസീറിൻ്റെയും സത്യൻ്റെയും എല്ലാം നായികയായി അഭിനയിച്ചിട്ടുള്ള അംബിക എന്ന നടി. സ്വഭാവ നടിയായും ഗ്ലാമർ നടിയായുമെല്ലാം ഒരു കാലഘട്ടത്തിലെ പ്രേക്ഷകരെ ഹരം കൊള്ളിച്ച മലയാളത്തിലെ താരസുന്ദരി സീമ. മലയാള സിനിമ മുതൽ ഹിന്ദി സിനിമ വരെ ഒറ്റ കാലഘട്ടത്തിൽ ഏറെ തിളങ്ങിയ നടിയായിരുന്നു ലക്ഷ്മി. കാലപ്രവാഹത്തിൻ്റെ ഒഴുക്കിനെ തടഞ്ഞു നിർത്താൻ നമുക്ക് ഒരിക്കലും സാധ്യമല്ല. നമ്മളെല്ലാവരും നാളെ നടന്നു പോകേണ്ട വഴികളാണ് ഇതെല്ലാം.